നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ധ്വനി പ്രകാശനം ചെയ്തു. തിരൂർ പാറയിൽ ഫസലുവിന്റെ 32ാം സാംസ്കാരിക പ്രസിദ്ധീകരണമായ ധ്വനി തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ, പ്രസ് ക്ലബ് വൈസ് പ്രസിഡന്റ് VK റഷീദിന് നൽകി പ്രകാശനം ചെയ്തു. തിരൂർ ചേംബർ വർക്കിംഗ് പ്രസിഡന്റ് PP അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ചു. ഫസലുവിന്റെ സാംസ്കാരിക പ്രവർത്തനത്തെ എല്ലാവരും പിന്തുണക്കണമെന്ന് AP നസീമ പറഞ്ഞു. തിരൂർ നഗരസഭാ കൗൺസിലർ KK സലാം മാസ്റ്റർ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ KPO റഹ്മത്തുള്ള, പ്രസ് ക്ലബ് സെക്രട്ടറി AP ഷെഫീഖ്, പ്രഹേളിക പത്രാധിപർ ബഷീർ പുത്തൻവീട്ടിൽ, തിരൂർ സൗഹൃദവേദി സെക്രട്ടറി KK റസാഖ് ഹാജി, ഹമീദ് കൈനിക്കര, തറമൽ സിദ്ദീഖ് ഹാജി, KP അബ്ദുൽ വാഹിദ്, EK സൈനുദ്ദീൻ, നൌഫൽ ബ്ലോഗർ എന്നിവർ സംസാരിച്ചു. പാറയിൽ ഫസലു മറുപടി പ്രസംഗം നടത്തി. നമുക്ക് പ്രചോദിപ്പിക്കുന്ന ഒരു പേരുകളിട്ടുകൊണ്ട് ഒരു സംഭവമാണ്. ഇപ്പൊ ഇതിനിട്ടിരിക്കുന്ന പേരും ധ്വനി എന്നാണ്. ഒരുപക്ഷെ 2025 ഒരു വലിയ സംഭവങ്ങളുടെ വലിയ തുടക്കത്തിന്റെ ഒക്കെ ധ്വനിയായി തീരട്ടെ. നമ്മുടെ സ്വന്തം പ്രിയങ്കരനായ പാറയിൽ ഫസലു അവர்கள் ഒരുപാട് പുസ്തകങ്ങൾ, ഞാൻ തന്നെ 4-5 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തിട്ടുണ്ട്. വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. അദ്ദേഹത്തിന്റെ നിഷ്കളങ്കതയും ലാളിത്യവും എളിമയും ഒക്കെ ഈ പുസ്തകങ്ങളിലും അതിന്റെ എഴുത്തിലും പ്രതിഫലിക്കുന്ന രീതിയിലാണ് അദ്ദേഹം എപ്പോഴും എഴുതിയിട്ടുള്ളത്. ആ പുസ്തകം വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹത്തിന്റെ ഒരു നിഷ്കളങ്കത ഓരോ വരികളിലും തെളിയുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട്. തിരൂരിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സാംസ്കാരിക മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ചെലുത്തുന്ന ആളുകൾ തിരൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുതൽക്കൂട്ടാണ്. അവരുടെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ അവരുടെ കഴിവുകളെയൊക്കെ എല്ലാവരും ഒരുമിച്ച്, അതിൽ മറ്റ് രാഷ്ട്രീയമോ മറ്റു യാതൊരു തരത്തിലുള്ള വകഭേദങ്ങളും ഇല്ലാതെ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഒരുമിച്ച് നിർത്തി ഇത്തരത്തിലുള്ള ആളുകളെ അവർക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്തു. പാറയിൽ ഫസലു സാഹിബിൻ്റെ 32ാമത് പ്രസിദ്ധീകരണമാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ വളരെ ലളിതമായ ജീവിതവും സൗമ്യമായ പെരുമാറ്റവും നിഷ്കളങ്കമായ മനസ്സും കൊണ്ട് തിരൂരിൻ്റെ മനസ്സിനെ മൊത്തത്തിൽ കീഴടക്കിയ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. ഈ അദ്ദേഹത്തിൻ്റെ ഈ പുതിയ പ്രസിദ്ധീകരണത്തിൽ എല്ലാവരും ആശംസകൾ നേരുന്നു. ഒരുപാട് മാസങ്ങൾക്ക് മുമ്പ് ഒരുപാട് ഒരു തയ്യാറെടുപ്പോട് കൂടിയാണ്. കാരണം അദ്ദേഹം ഒരു സംഗതി ഇറക്കാൻ പോകുന്നു എന്ന് തീരുമാനിച്ചാൽ ഒരു 6 മാസം മുമ്പ് തന്നെ അതിൻ്റെ സൃഷ്ടികൾ ആവശ്യമുണ്ട്. വളരെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സംഗതി അദ്ദേഹം നടത്തുന്നുണ്ടല്ലോ എന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പാറയിൽ ഫസലു ഖാന്റെ ധ്വനി എന്ന ഈ പുസ്തക പ്രകാശനത്തിന്റെ പ്രസിഡന്റ്സ് അസോസിയേഷന്റെ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും. നമ്മുടെ പാറയിൽ ഇതിനെ പറ്റിയൊക്കെ പറയാൻ, അദ്ദേഹത്തിന്റെ പിതാവിനെ പറ്റിയൊക്കെ എനിക്ക് പറയാറുണ്ട്. കാരണം തിരൂരിന് കിട്ടിയ സംഘടന കേട്ടിട്ടുണ്ടാവും. അതിൽ നല്ല കാപ്പുണ്ട്. ഹുസൈൻ, അപ്പം ഹുസൈൻ വേൾഡിലും ഇന്ത്യയിലും ഒക്കെ അറിയപ്പെടുന്ന അതേ മോഡലിൽ അദ്ദേഹം വരട്ടെ എന്നുള്ള പ്രാർത്ഥന നമുക്ക് വേണം. കാരണം അദ്ദേഹത്തിൻ്റെ ഈ എല്ലാ വ്യത്യസ്തം മതേതരത്തിൻ്റെ ദൈഹികമായി വിഷുവും ഓണവും പെരുന്നാളും നമുക്കൊക്കെ മാതൃകയാണ്. കാരണം നമ്മളൊക്കെ എല്ലാ ആരോഗ്യത്തോടു കൂടി ഈ പത്രപ്രവർത്തന ഫീൽഡിൽ നിറഞ്ഞു നിൽക്കുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ പരിമിതികളൊക്കെ അതിജീവിച്ച് ഇന്ന് ഇത്ര നല്ലൊരു ബുക്ക് ഇറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് റിസ്ക് ഉള്ള പരിപാടി. കാരണം നമ്മളൊക്കെ അറിയാം, ഒരു സപ്ലിമെൻ്റ് ഇറക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ മാസങ്ങളോളം പ്രയാസപ്പെടാറുണ്ട്. പക്ഷെ ഇതൊക്കെ ഓരോ 3 മാസം 4 മാസം കൂടുമ്പോഴാണ് ഇത്തരത്തിലൊരു ബുക്കുകളും ഒക്കെ പ്രകാശനം ചെയ്യപ്പെടുന്നത്. ഫസലു നമുക്കൊക്കെ അനുകരിക്കാവുന്നതും മാതൃകയാക്കാവുന്നതുമായ പാഠപുസ്തകമാണ്. അതോടൊപ്പം അദ്ദേഹത്തിന് അക്ഷരങ്ങളോടും അറിവിനോടും പുസ്തകങ്ങളോടും സാഹിത്യത്തോടും ഒക്കെ ഉള്ള അഭിനിവേശം നാം ഒക്കെ മാതൃകയാക്കേണ്ടതുമാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയും അദ്ദേഹത്തിൻ്റെ മാനസികമായ വ്യത്യസ്തതയുമാണ് അദ്ദേഹത്തിൻ്റെ വൈവിധ്യം. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിത വിജയവും. പാറയിൽ ഫസലുവിനെ ഇവിടെ ഒരു പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യം വരുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് പറഞ്ഞതുപോലെ തന്നെ പാറയിൽ ഫസലു, അതായത് പാറ പോലെ മനസ്സ് കലാകാരനായിട്ടുള്ള ഒരാളാണ്. ഞങ്ങളൊക്കെ ചെറിയ ഈ പ്രവർത്തകരാണ്. കലാരംഗത്തായാലും സാമൂഹ്യ സാംസ്കാരിക രംഗത്തായാലും പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ നമ്മുടെ അടുത്തൊക്കെ വന്നിട്ട് ഈ ഫസലു ഏത് സമയത്തും നമ്മുടെ കടലിൻ്റെ മുന്നിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ഇങ്ങനെ ഒരു കൈ ഇങ്ങനെ ആക്കലാണ്. വേറൊന്നുമില്ല, ഈ കൈ ഇങ്ങനെ പൊന്തിച്ചിട്ടുണ്ട് പോയി. അതൊരു മനസ്സമാധാനമാണ് നമുക്ക് തരുന്നത്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് നോക്കൽ അദ്ദേഹത്തിൻ്റെ കാർട്ടൂണാണ്. അന്നൊക്കെ അദ്ദേഹം നന്നായിട്ട് കാർട്ടൂൺ വരയ്ക്കുമായിരുന്നു.
ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ചിരുന്ന മനുഷ്യനാണ്. അഭിനന്ദിക്കാനേ നമുക്ക് കഴിയുള്ളൂ. തിരൂരിലെ ഏറ്റവും നല്ലൊരു ഇത്ര അധികം തിരൂരിൻ്റെ ചരിത്രങ്ങളും ഒക്കെ എഴുതി തിരൂരിൻ്റെ പുത്രനായിട്ട് ജീവിക്കുന്ന പാറയിൽ ഫസലുവിനെ അതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ചത് ഞാനും ഫസലുക്കയും മാത്രമാണ്. അതുപോലെ സപ്പോർട്ട് ചെയ്ത കുറച്ച് ആളുകൾ റഷീദ് വൈനെ പോലത്തെ ആൾക്കാരും ബഷീറാഖാനെ പോലത്തെ KPOനെ പോലത്തെ ആൾക്കാരൊക്കെ അതിൽ സപ്പോർട്ട് ചെയ്തിട്ട് എപ്പോഴും ബഷീറാഖാൻ്റെ അടുത്തുണ്ടായിട്ടുണ്ട്. പറഞ്ഞ പോലെ തന്നെ ഓർമ്മപ്പെടുത്തിയതെന്ന് അറിയാം. ഓക്കെ, നല്ല കാര്യമാണ്. അതിന് നമുക്കാർക്കും പരാതിയില്ല. ഇവരോട് നമ്മൾ ചില സമയത്ത് പറയാറുണ്ട്, നിങ്ങളെ വിളിക്കുന്ന സമയത്ത് ഒന്ന് നോക്കണം. പുസ്തകമാണ് ഇന്ന് തിരൂർ നഗരസഭ ചെയർപേഴ്സൺ AP ആളത്തിപ്പറമ്പിൽ നസീമ അവർ പ്രകാശനം നിർവഹിച്ചത്. കോപ്പി ഏറ്റുവാങ്ങിയത് ചന്ദ്രിക ലേഖകനും തിരൂരിൻ്റെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രാഷ്ട്രീയ പൊതു മതരംഗത്തും പ്രവർത്തിക്കുന്ന BK റഷീദ് സാഹിബാണ് കോപ്പി ഏറ്റുവാങ്ങിയത്. ഇവിടെ കൂടിയ എല്ലാവർക്കും പ്രത്യേകം ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി കടപ്പാട് അറിയിച്ചുകൊണ്ട് മീഡിയ ന്യൂസ് തിരൂർ. മുയൽ വാഴുമിടം, പണം വാരുമിടം, ആഷിയാന റാബിറ്റ് ഫാം. ആഷിയാന റാബിറ്റ് ഫാം മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം, താഴെപ്പാലം, തിരൂർ, മലപ്പുറം. ഫോൺ 049424290205. മൊബൈൽ 9895297205. വെബ്സൈറ്റ് www.ashiyanarabbitfarm.com. ഇമെയിൽ office@ashiyanarabbitfarm.com.